ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. സോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഇവിടെ 2 മണി കഴിഞ്ഞു, 2:30 ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഡേ ആണ് കേട്ടോ. സോ ഞങ്ങളുടെ 1.5 ഇയർ ഓഫ് കനേഡിയൻ യൂണിവേഴ്സിറ്റി ജേർണിയുടെ ഒരു ഒഫീഷ്യൽ എൻഡിങ് ആണ് ഇന്ന്. ക്യൂരിയസ് ആണ് ബിക്കോസ് എന്താ പറയുക, വേറൊരു രാജ്യത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, വേറൊരു കൺട്രിയിലെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഗ്രാജുവേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അപ്പം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് യുനോ. സോ ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾ റെഡിയായി, ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. കുറച്ച് ഓൾറെഡി ലേറ്റായി, ബട്ട് സ്റ്റിൽ നമ്മൾ ഓൺ ടൈം ആയിരിക്കും, അവിടെ എത്തുമ്പോൾ ഓൺ ടൈം ആയിരിക്കും. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്താണ് ഇറങ്ങിയത്, ബട്ട് റെഡിയായൊക്കെ വന്നപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം മാറി. സോ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഹോപ്പ് യു വിൽ എൻജോയ്. അങ്ങനെ ഞങ്ങൾ ഇവൻറ്റ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തി കേട്ടോ. ഇവിടെ നമ്മളൊരു 3:30 ആകുമ്പം ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. കാരണം നമുക്ക് ഗൗണൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇവർ ഗൗണും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ID കാർഡും ബസ് പാസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തിരിച്ച് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇവൻറ്റ് നടക്കുന്ന ഹാളിനകത്തോട്ട് കയറുവാണ്. ഫ്രണ്ട്സൊക്കെ അതിനകം ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ഫൈനലി ഗ്രാജുവേറ്റഡ് ആയി ഒഫീഷ്യലി ഫ്രം ക്വീൻസ് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. എല്ലാവരും പോകുന്നതിന് മുന്നേ ഒന്ന് മീറ്റ് ചെയ്തു. കാരണം എല്ലാവരും ഇനി ഓരോ ഡയറക്ഷൻസിലേക്കാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇനി മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു അവസരമായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ച് ടേബിളൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അധികം അങ്ങനെ കഴിച്ചില്ല. അങ്ങനെ നമ്മളിത് അവിടെ റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അടിപൊളി ഫുഡാണെന്നൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ ഈ പല കൈൻഡ്സ് ഓഫ് പല വെറൈറ്റീസ് ഓഫ് ഫുഡുണ്ട് അവിടെ. എല്ലാ കൈൻഡും ഉണ്ട്. ചൈനീസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഫുഡുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ കിങ്സ്റ്റണിൽ ബുഫേ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര വെറൈറ്റിയാണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസുമാണ്. കുറേ പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാൻഡ്രിനിൽ ഭയങ്കര ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, പക്ഷേ ട്രൈ ചെയ്ത് നോക്കണം. കുറേ ഡെസേർട്ട്സൊക്കെ ഉണ്ട്, ഭയങ്കര വെറൈറ്റി ഓഫ് ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് കയറിയപ്പം വേറെ ഏതോ ലോകത്ത് കയറിയൊരു ഫീലിംഗ് ആയിരുന്നു. വേർത്തിയാണെന്ന് പറയാം. നമുക്ക് വന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല, അത് 100% ഷുവറാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇനി ട്രൈ ചെയ്യുക. ഇവിടെ
എപ്പോഴും ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ടേബിളൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ബുഫേ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യവും മറന്നുപോയി, കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല, ഒന്നും തന്നെ നടന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ്ഡ് ദിസ് വൺ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.